പായ് പഞ്ചായത്ത് കമ്മിറ്റി UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മാടത്തിയിൽ മൗണ്ട് ഫ്ലോർ ഓഡിറ്റോറിയത്തിൽ KPCC ജനറൽ സെക്രട്ടറി ചന്ദ്രൻ തില്ലങ്കേരി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടം എന്ന നിലയിൽ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ തന്നെ നടത്തി മുന്നോട്ട് പോയിട്ടുണ്ട്. അടുത്ത ഘട്ടം സ്ഥാനാർത്ഥി പ്രഖ്യാപനം. ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനം 2 ദിവസത്തിനുള്ളിൽ UDF-ന്റെ നേതൃത്വം ഒന്നിച്ചിരുന്ന് പ്രഖ്യാപിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. നമുക്ക് യാതൊരു ആശങ്കയും വേണ്ട. ചില മാധ്യമങ്ങളും ചില ആളുകളും ഒക്കെ ചില ചർച്ചകൾ ഉണ്ടാക്കിക്കൊണ്ടുവരുന്നുണ്ടെങ്കിലും ഐക്യ ജനാധിപത്യ മുന്നണിയും കോൺഗ്രസും ഒറ്റക്കെട്ടായ തീരുമാനമെടുത്തുകൊണ്ട് നാളെ വൈകുന്നേരം കൊണ്ട് തന്നെ സംസ്ഥാനത്തെ UDF-ന്റെ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനമുണ്ട്. ചർച്ചകൾ ചാനലുകളിൽ വരുന്നതെല്ലാം ശരിയല്ല. നമ്മൾ അവരെ മാത്രം വിശ്വസിച്ചു പോവുകയും നേതാക്കന്മാർ പറയുന്നത് വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു പുതിയ സാഹചര്യത്തിലാണ്. നേതാക്കന്മാർ ആരും പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ചാനലുകളിൽ ഉണ്ടാക്കുന്ന ചില സംശയങ്ങൾ, ചർച്ചകൾ, അത് അവരുടെ ഒരു സ്വഭാവം. വലിയ ചാനലുകൾ പരസ്പരം മത്സരിക്കുകയാണ്. ആരാണ് പുതിയ ബ്രേക്കിംഗ് ന്യൂസുകൾ നൽകുന്നത് എന്നതിൽ മത്സരം നടക്കുമ്പോൾ പച്ചക്കള്ളം എഴുതിവിടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അതിന്റെ കാരണങ്ങളൊക്കെ നമുക്കെല്ലാം പരസ്പരം അറിയാവുന്നതാണ്. റയീസ് കണിയാറയ്ക്കൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മട്ടണി വിജയൻ അധ്യക്ഷനായി. അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, ഇബ്രാഹിം മുണ്ടേരി, PC ഷാജി, PK ജനാർദ്ദനൻ, സാജു യോമസ്, ബേബി തോലാനി, VT തോമസ്, PA നസീർ, PC പോക്കർ, V ബാലകൃഷ്ണൻ, M ഹുസൈൻകുട്ടി, ബെന്നി തോമസ്, AT അസീസ് തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ഷൈജൻ ജേക്കബ് നന്ദി പറഞ്ഞു. നമ്മുടെ CPF-ന്റെ വെല്ലുവിളി നേരിടുന്ന 2 പഞ്ചായത്തുകൾക്കുള്ള ഭയവും കുഴപ്പവും എല്ലാവരുടെയും സഹകരണം ആത്മാർത്ഥമായിട്ട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട്, തെരഞ്ഞെടുപ്പിന് സമയം കുറവാണ്, ഒരർത്ഥത്തിൽ ശരിയാണ്, നല്ല ചൂടുള്ള സമയമാണ്, വെള്ളത്തിന്റെ ക്ഷാമം വരും. ഈസ്റ്ററിന്റെയും വിഷുവിന്റെയും ഇടയിൽ ഏപ്രിൽ 9-നാണ് ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ഏപ്രിൽ 6-നായിരുന്നു. ഏപ്രിൽ 3-നാണ് രാഹുൽ ഗാന്ധി ഇരിട്ടിയിൽ വന്നത്. പ്രിയങ്ക ഗാന്ധി ഇരിട്ടിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി പേരാവൂരിൽ വന്നതുകൊണ്ട് പ്രിയങ്ക ഗാന്ധി ഇരിട്ടിയിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എല്ലാ പ്രചരണ പ്രവർത്തനങ്ങളെക്കാളും വലുത് ഭവന സന്ദർശനമാണ്. വോട്ടർമാരെ നേരിട്ട് കണ്ട് ബൂത്തുകളിൽ എത്തിക്കലാണ്. ആ പ്രവർത്തനങ്ങളൊക്കെ നന്നായിട്ട് അറിയുന്നവരാണ് സഹപ്രവർത്തകർ. എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു. ശബ്ദമൊക്കെ ശരിയായതിനു ശേഷം കൂടുതൽ കാര്യങ്ങൾ പിന്നെ പറയാം. നമസ്കാരം. കണ്ണൂർ BMH കെയർ അറ്റ് ഹോം ഇനി മുതൽ ഒരൊറ്റ ഫോൺ കോളിൽ രോഗി പരിചരണം വീട്ടിലെത്തും. പരിചയസമ്പന്നരായ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും മറ്റ് വിഭാഗങ്ങളുടെയും സേവനം വിളിക്കൂ 9061 423 423. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കണ്ണൂർ. BMH അറ്റ് ഹോം 9061 423 423.